കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സെൽവവും കൂട്ടരും ശ്രീനിവാസൻ തിരിച്ചു വരുന്ന വഴിയിൽ പതുങ്ങി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആരോ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ടാണ്ടോ ശ്രീനിവാസൻ പെട്ടെന്ന് വണ്ടി നിർത്തിയത്. അങ്ങനെ ചുറ്റുപാട് നോക്കി നിൽക്കുവാണ്. ഈ സമയം ശ്രീനിവാസൻ നിൽക്കുന്നതിൻ്റെ കുറച്ചകലായി തന്നെ മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി സംസാരിച്ച് ഓട്ടോൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവരെ പെട്ടെന്നായിരിക്കും അവിടെ നിൽക്കുന്ന ശ്രീനിവാസനെ കാണുന്നത്. പെട്ടെന്ന് ശ്രീനിവാസൻ്റെ പിന്നിലൂടെ മുഖംമൂടി ധരിച്ച രണ്ടുപേര് ശ്രീനിവാസനെ വെട്ടാനായിട്ട് വാക്കത്തിയുമായിട്ട് വരുന്നത് കൃഷ്ണയും മോളിക്കുട്ടിയും കാണുവാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്നതും ഞെട്ടലോടുകൂടി അനിയൻ സാറെന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുവാണ് കൃഷ്ണ. ഈ സമയം ശ്രീനിവാസൻ പെട്ടെന്ന് തിരിഞ്ഞ് കൈകൊണ്ട് അവരെ തടയാൻ നോക്കുന്നതും ആ ഒരു വാക്കത്തി കൊണ്ടുള്ള വെട്ട് കയ്യിൽ കൊള്ളുവാണ്. അങ്ങനെ കയ്യിൽ നിന്നും രക്തം വാർന്നു പോകുവാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ കിടക്കുന്നൊരു വലിയ മരക്കഷ്ണം എടുത്തിട്ട് കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി ആ മാർക്കിട്ട് എല്ലാവർക്കും ഇട്ടും നല്ല അടി കൊടുക്കുവാണ്. അങ്ങനെ മൂന്നെണ്ണത്തിനെ നിലത്തിട്ട് തലങ്ങും വിലങ്ങും തല്ലുവാണ് കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി ചേർന്ന്. അന്നേരം അടികൊണ്ട് അവശരായി അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിപ്പോകുവാണ്. ഈ സമയം അതുകൊണ്ട് ഭയന്നു പോകുവാണ് കേട്ടോ കൃഷ്ണ. അയ്യോ സാർ, രക്തം നല്ലപോലെ വരുന്നുണ്ടല്ലോ, ഉടനെ ഹോസ്പിറ്റലിൽ പോകണം, എത്രയും വേഗം വാ എന്നും പറഞ്ഞ് അനിയൻ സാറിനെയും കൂട്ടി അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് വരുവാണ് കൃഷ്ണയും മോളിക്കുട്ടിയും ചേർന്ന്. അങ്ങനെ ശ്രീനിവാസിൻ്റെ കയ്യിലെ മുറിവൊക്കെ കണ്ട് എന്താ പറ്റിയത് എന്നും പറഞ്ഞ് ചോദിച്ച ടെൻഷനാകുവാണ് കേട്ടോ ചേച്ചി സത്യവതിയും കൃഷ്ണമൂർത്തിയും ഒക്കെ. അങ്ങനെ കൃഷ്ണ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കേട്ട് ഭയന്ന് ടെൻഷനായി നിൽക്കുവാണ് കേട്ടോ സത്യവതി. അന്നേരം മൂർത്തി പറയുന്നുണ്ട്, എൻ്റെ അനിയൻ സാറിനോട് ഞാൻ കുറേ തവണ പറഞ്ഞതല്ലേ, നമ്മുടെ നാടാണെന്നൊക്കെ പറഞ്ഞ് കയ്യിലൊരു ആയുധവും പോലും വെക്കാതെ സാറ് പോകാറുള്ളതല്ലേ, ഇപ്പോൾ എന്തായി, ഇനിയെങ്കിലും സാർ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം, ശത്രുക്കളെ ചുറ്റുമുണ്ട് എന്നൊക്കെ പറയുവാണ്. പിന്നീട് ഗാഥനെ കേട്ടോ കാണിക്കുന്നത്. ഗാഥ റൂമിൽ നവീൻ വരുന്നതും കാത്തിരിക്കുവാണ്. അങ്ങനെ നവീൻ വന്ന് തങ്ങളൊന്നിച്ചുള്ള പുതിയ ജീവിതം ഇന്ന് തുടങ്ങുവാണ്. അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ നെയ്തുകൂട്ടി നിൽക്കുവാണ് ഗാഥ. എന്നാൽ അവരുടെ ആദ്യ രാത്രി ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന്, എങ്ങനെയെങ്കിലും അത് തകർക്കണം, അതിന് അവരുടെ ഉള്ളിലെ നാഗഭയം തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പുതിയ പ്ലാനുമായിട്ട് നിർമ്മലയും കീർത്തി മുതേനും ചേർന്ന് പതുങ്ങി പതുങ്ങി റൂമിന് പുറത്തുകൂടി ഗാഥയുടെ റൂമിൻ്റെ ജനലിനോടെ വന്ന് നിൽക്കുവാണ്. ഈ സമയം ജനലിൽ ചാരി ഗാഥ നവീനോത്തുള്ള നല്ല നല്ല നിമിഷങ്ങൾ സ്വപ്നം കണ്ട് നിൽക്കുന്നുണ്ടാവും. അന്നേരം സുമിത്രയാണെങ്കിൽ കയ്യിലെന്തോ സിറഞ്ച് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഗാഥയുടെ കയ്യിൽ കുത്തുവാണ്. ഈ സമയം ഗാഥ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പാമ്പ് ഒഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ ഗാഥ കാണുന്നത്. ഈ സമയം ഇതെല്ലാം നിർമ്മലൊരുക്കിയ പ്ലാനായിരിക്കും. അങ്ങനെ പാമ്പാണ് തൻ്റെ കയ്യിൽ കൊത്തിയതെന്നും പറഞ്ഞ് ഗാഥ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് എല്ലാവരുടെ അരികിലേക്ക് ഓടി വരുക. അമ്മേ, എന്നെ പാമ്പ് കൊത്തി, ഞാൻ കണ്ടതാ, ആ പാമ്പിൻ്റെ കൈ കൊത്തിയിട്ട് ആ ജനലിൻ്റെ അവിടെ കൂടി എഴഞ്ഞു പോകുന്നത്, ഞാനിപ്പോൾ മരിച്ചു പോകും എന്നും പറഞ്ഞ് ഗാഥ ആകെ കരഞ്ഞ് ബഹളം വെക്കുവാണ്. ഈ സമയം ഒന്നും അറിയാത്ത പോലെ നിർമ്മലയും കീർത്തി മുതിയനൊക്കെ അങ്ങോട്ടേക്ക് വരുക. എൻ്റെ ദൈവമേ, എന്ത് വാബ കടിച്ചതെന്നറിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ നോക്കി നിൽക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. അങ്ങനെ ഉദയനും എല്ലാവരും കൂടി ചേർന്ന് ഗാഥയെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുവാണ്. അന്നേരം ഒരിക്കലും നവീൻ വരുന്നത്. ഈ കാഴ്ചയൊക്കെ കൊണ്ട് നവീനും ആകെ അങ്ങ് ടെൻഷനാകുവാണ്. എന്തുപറ്റി, എന്താ സംഭവിച്ചത്? അന്നേരം ഗാഥ കരഞ്ഞു വിളിച്ചുകൊണ്ട് പറയണേ, നവീൻ, എന്നെ പാമ്പ് കടിച്ചു, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ, ഞാനിപ്പോൾ ചത്തുപോകും നവീൻ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അങ്ങനെ നവീൻ ഗാഥയെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. അങ്ങനെ അത് കണ്ട സന്തോഷത്തോടെ ചിരിച്ച് നിൽക്കുവാണ് നിർമ്മലയും കീർത്തി മുതേനും ഒക്കെ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്